നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതായത് അമേരിക്കയും ചൈനയും ഒക്കെ 6%, GDP-യുടെ 6%മാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ആ സമയത്ത് 2025-26 ബജറ്റ് എടുത്ത് നോക്കുക, GDP-യുടെ 0.27% ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. GDP-യുടെ 0.27% ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. അമേരിക്ക 6%-ലധികം, ചൈന 6%-ലധികം. അവരുടെയൊക്കെ ടെക്നോളജിയുടെ വികസനം, നമ്മുടെ IIT-കളിൽ നിന്ന് IIM-ൽ നിന്നൊക്കെ പാസ്സാകുന്നവരൊക്കെ അമേരിക്കയെ സെർവ് ചെയ്യാൻ. അവരുടെ ബ്രെയിൻ, അവർ പഠിച്ചത് എല്ലാം ആ രാജ്യങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത്. ആ അവസ്ഥ വരാതിരിക്കണം. അപ്പോഴാണ് ഇന്ത്യ നമ്മൾ ഈ പറഞ്ഞ കണക്ക് 4th ലാർജസ്റ്റ് ഇക്കോണമി എന്നൊക്കെ പറഞ്ഞ് ഈ വലിയ ഉച്ചായിസ്തരം, അതായത് പുരപ്പുറത്ത് നിന്ന് മുഴക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിക്കണം. അപ്പോൾ 6% ഇവിടെ ചെലവഴിക്കേണ്ട സ്ഥാനത്താണ് ഈ 0.27%, അതായത് 1%-ന്റെ പകുതിയിലും താഴെ ചെലവഴിക്കുന്നത്. അത് തന്നെയാണ് ആരോഗ്യരംഗം. 0.37% ആണ് GDP-യുടെ ഇവിടെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ ചെലവഴിച്ചിരിക്കുന്നത്.